പാമ്പുകളും പരുന്തും ശത്രുക്കളാകാനുള്ള കാരണവും പണ്ട് ഒരു നാവുണ്ടായിരുന്ന പാമ്പിൻ്റെ നാവ് നടുപിളർന്ന് രണ്ടായിട്ട് മാറാനുള്ള കാരണവുമാണ് എൻ്റെ ഈ കഥ. കശ്യപ പ്രജാപതിയുടെ രണ്ട് ഭാര്യമാരാണ് കദ്രുവും വിനതയും. രണ്ടു പേർക്കും അജഗജാന്തര സ്വഭാവങ്ങളാണ്. ഒരാൾ എന്തു പറഞ്ഞാലും ഉടൻ മറ്റേയാൾ എതിർക്കും. പിന്നെ അത് ദേഷ്യാവും, പിണക്കാവും, വഴക്കാവും, പകയാകും. വിനത സന്ധ്യയ്ക്ക് തൊട്ട് മുൻപ് ആത്മഗതമായിട്ട് രാത്രി ആവാറായി എന്നെങ്ങാൻ പറഞ്ഞ ഉടൻ കദ്രു പറയും, ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന്. പുറകെ സ്വന്തം നിലപാടും പ്രഖ്യാപിക്കും. പകൽ കഴിയാറായിട്ടേ ഉള്ളൂ. വിനത ആന എന്തൊരു വലിയ ജീവിയാണെന്ന് പറഞ്ഞാലോ ഉടൻ കദ്രു പറയും, ഏയ് നീലത്തിമംഗലമാണ് ആനയേക്കാ വലുത് എന്ന്. ഇങ്ങനെ വഴക്കുകൂടി ജീവിതം ഒട്ടും രസമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. വിനത പൊതുവെ നേരവോ സ്വഭാവക്കാരിയാണെങ്കിൽ എന്നാൽ കുറച്ചൊക്കെ നേരും നെറിയും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളാണ്. എന്നാൽ കദ്രുവോ ആവശ്യത്തിലേറെ അധികം കുശുമ്പും അതിനേക്കാൾ കുന്നായ്മയും ഇതിനൊപ്പം അസൂയയും ഒക്കെ കൂട്ടിക്കുഴച്ചിട്ടാണ് ബ്രഹ്മാവ് ഉണ്ടാക്കിയത് ഈ സ്ത്രീയെന്ന് തോന്നും. ഇവരുടെ ഭർത്താവായ കശ്യപ പ്രജാപതി തപസ്സും ജപവും ഹോമമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഫലമൂലകളാണ് മിക്കവാറും ഭക്ഷിക്കുക. അദ്ദേഹം പരമാവധി വീട്ടിലേക്ക് വരാറേ ഇല്ല. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാറുമില്ല. അപ്പോൾ പിന്നെ ആർക്ക് കഴിക്കാനാണ് അടുക്കളയിൽ വിഭവങ്ങൾ ഉണ്ടാക്കേണ്ട സുഖം പരിപാടി. അവിയലും വേണ്ട, കൂട്ടുകറിയും വേണ്ട, എരിശ്ശേരിയും വേണ്ട, വല്ല എളുപ്പപ്പണിക്ക് വല്ല ചമ്മന്തി അരച്ച് കുറച്ച് കഞ്ഞിയും വെച്ചാൽ പിന്നെ സമയം യഥേഷ്ടമാണ്. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴുള്ള മടുപ്പ് മാറ്റാനാണ് ആരായാലും അപ്പം എന്താ ചെയ്യുക, വഴക്കുണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ കുറേ കുട്ടികളുണ്ടെങ്കിൽ ഈ മടുപ്പ് കുറച്ചൊക്കെ മാറും. അവരെ കുളിപ്പിച്ചും കുറിടിച്ചും കുറുക്കു കൊടുത്തും മൂത്രത്തുണി കഴിയൊക്കെ കുറേ സമയം പോകും. ഇവർക്ക് അതൊന്നും ഇല്ലല്ലോ, പണിയില്ല ഇവർക്ക്, ആകെ ബോറടിയല്ലേ. അങ്ങനെ ഇരുവരും കശ്യപ പ്രജാപതിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒന്നും ഒക്കെ മടുപ്പാണ് ഞങ്ങൾക്ക്. അപ്പോൾ ദിവ്യദൃഷ്ടിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അകക്കണ്ണിൽ കണ്ട് ഒന്ന് ഊറി ചിരിച്ച് കശ്യപൻ പറഞ്ഞു, നിങ്ങൾക്കെന്താ മക്കൾ വേണമെന്നുണ്ടോ? സത്യസന്ധരായ 2 മക്കൾ വേണോ? അതോ അത്യാവശ്യം കുത്തിത്തിരിപ്പ് കയ്യിലുള്ള 1000 മക്കൾ വേണോ? കദ്രുവിൻ്റെ തലയിൽ കുബുദ്ധിയാണല്ലോ എപ്പോഴും. എന്തായാലും നാളെ ഞാനും വിനതയും തമ്മിൽ അടിമുറുകും. അപ്പോൾ എൻ്റെ ഭാഗത്ത് അംഗബലം വേണം. കിട്ടാൻ പോകുന്ന കുത്തിത്തിരിപ്പിൻ്റെ സംഘത്തെ മനസ്സിൽ ഓർത്ത് എനിക്ക് 1000 മക്കൾ വേണം എന്ന് കദ്രുവും എനിക്ക് സൽസ്വഭാവിയായ 2 മക്കൾ മതി എന്ന് വിനിതയും പറഞ്ഞു. പ്രജാപതി തൻ്റെ ദിവ്യശക്തിയാൽ കദ്രുവിന് 1000 മുട്ടയും വിനതയ്ക്ക് 2 മുട്ടയും പിരിച്ചെടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. ഈ കോഴിയെ പോലെ അടയിരിക്കേണ്ടി വരുമോ എന്ന് അന്തിച്ചു നിന്ന അവരോട് കശ്യപൻ പറഞ്ഞു, മുട്ടകളൊരു ഭരണിയിൽ അടച്ചു വെച്ചാൽ മതി, ഉണ്ണികൾ താനെ വിരിഞ്ഞ് പുറത്ത് വന്നോളും. ഇരുവരും അങ്ങനെ പറഞ്ഞ പോലെ ചെയ്തു. വീട്ടിൽ വഴക്കിന് ചെറിയൊരാശ്വാസമായി. ഇപ്പോൾ ഇരുവരും കൂടുതൽ സമയം ജനിച്ചു വരാൻ പോകുന്ന കുട്ടികളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കലാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ സമ്പാദ്യത്തിലെ മുട്ടകൾ വിരിഞ്ഞിറങ്ങാൻ തുടങ്ങി. പാമ്പിൻ കുഞ്ഞുങ്ങളെ ആയിരുന്നു കദ്രുവിന് വിരിഞ്ഞ് കിട്ടിയത്. ജനിച്ചപ്പോൾ തന്നെ കാലിൽ ചുറ്റുക, പത്തി വിരുത്തി പേടിപ്പിക്കുക, വഴിയെ പോകുന്നവൻ്റെ കാലിൽ പല്ല് മൂർച്ച കൂട്ടുക, ഉറങ്ങിക്കിടക്കുന്നവൻ്റെ അടുത്ത് ചെന്ന് പത്തി വിടർത്തി ഊതി ഉണർത്തി പേടിപ്പിക്കുക തുടങ്ങിയ ബാലവിനോദങ്ങളിൽ ഉണ്ണികൾ കളിച്ച് തിമിർത്ത് നടക്കാൻ തുടങ്ങി. പാമ്പുണ്ണികൾ പാലും മുട്ടയും മഞ്ഞപ്പൊടിയും എല്ലാം മുടുമുടാന്ന് തിന്ന് കിണ്ടപ്പന്മാരായിട്ട് അങ്ങോട്ട് വളർന്നു. കദ്രുവിൻ്റെ ചെക്കന്മാരെയും പെൺകുട്ടികളെയും കെട്ടിക്കാൻ പ്രായമായിട്ടും വിനതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല. ഇനി മൂപ്പര് തരും മുമ്പ് അബദ്ധത്തിൽ എങ്ങാനും മാനം കണ്ട് മുട്ടകൾ കെട്ടുപോയിരിക്കുമോ? 1000 കൊല്ലം എടുക്കും വിരിയാൻ എന്നൊക്കെ ഭർത്താവ് പറഞ്ഞിരുന്നെങ്കിലും തനിക്ക് മക്കളില്ലല്ലോ എന്ന സങ്കടത്തിലും കദ്രു തന്നെ നോക്കി ചിരിക്കുന്ന പുച്ഛച്ചിരിയിലും മനം മടുത്ത് വിനത അക്ഷമയായിട്ട് ആരും കാണാതെ മുട്ടകൾ സൂക്ഷിച്ച നിലവറയിൽ കടന്ന് ഭരണി തുറന്ന ഒരെണ്ണം എടുത്ത് പതുക്കെ കുലുക്കി നോക്കി. ഈശ്വര, അകത്ത് ഉണ്ണിയുണ്ട്. തോട് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുകയാകുമോ? വിനത ആ മുട്ട പതുക്കെ മുട്ടി പൊട്ടിച്ചു. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു അപ്പോൾ കണ്ടത്. പകുതി ശരീരം മാത്രം വളർച്ചയെത്തി അരയ്ക്ക് താഴെ പൂർണ്ണനാവാത്തൊരു കുഞ്ഞ്. അവൻ പുറത്തിറങ്ങിയത് മന്ദം വിട്ട് മുന്നിൽ നിന്ന് അമ്മയെ അങ്ങോട്ട് ശപിച്ചു. അമ്മ ഇത്ര തിടുക്കത്തിൽ എന്നെ ഈ കോലത്തിലാക്കിയില്ലേ? പാമ്പുകളുടെ അമ്മയായ കദ്രുവിൻ്റെ ദാസിയായി അമ്മയ്ക്ക് കഴിയേണ്ടി വരും, ഉറപ്പാണ്. മോനെ, കയ്യോ കാലോ വളരുന്നത് എന്നറിയാനുള്ള കൊതിയോണ്ടും
നീ എങ്ങാൻ മുട്ടയ്ക്കുള്ളിൽ പെട്ടുകിടക്കുകയാണോ എന്ന് പേടിച്ചും ചെയ്തതാ മോനെ. അമ്മയെ ശപിക്കല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞ വിനതയോട് ആ കുട്ടി പറഞ്ഞു, അടുത്ത മുട്ടയെങ്കിലും ഇങ്ങനെ ചെയ്യാതെ ക്ഷമയോടെ എടുത്തു വെച്ച പറക്കാൻ പോകുന്ന എൻ്റെ അനിയൻ അതിശക്തനാണ്. അവൻ കദ്രുവിൻ്റെ ക്രൂരതയിൽ നിന്നും അമ്മയെ രക്ഷിച്ചോളും. ഇത്രയും പറഞ്ഞ് അവൻ ആകാശത്തേക്ക് കുതിച്ചു പറന്നു. അവനാണ് അന്ന് മുതൽ സൂര്യൻ്റെ തേര് തെളിക്കുന്ന അരുണൻ. വർഷങ്ങൾ വീണ്ടും കടന്നു. കദ്രു വിനതയെ പുച്ഛിച്ചും തൻ്റെ മക്കളെ കൊണ്ട് വിനതയെ ഉപദ്രവിച്ചും അങ്ങനെ സസുഖം കഴിഞ്ഞു പോരുകയാണ്. അങ്ങനെ ഒരു നാൾ ഇരുവരും തമ്മിൽ ഒരു ചെറിയ തർക്കം നടന്നു. ദേവേന്ദ്രൻ്റെ കുതിരയായ ഉച്ചൈശ്രവസിൻ്റെ പറ്റിയായിരുന്നു തർക്കം. പാലാഴി പോലെ തൂവെള്ള നിറമാണെങ്കിലും കുതിരയുടെ വാലെന്താണാവോ ഇങ്ങനെ കറുപ്പ് നിറം വരാൻ കാരണമെന്ന് കദ്രു പറഞ്ഞു. ഇവളുടെ കിളി പോയോ? ഉച്ചൈശ്രവസ് വാലടക്കം പാൽ വെളുപ്പാണല്ലോ. ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ആ കുതിരയെ. ഇത്തരം സന്ദർഭങ്ങളിൽ കദ്രു എന്ത് മണ്ടത്തരമായി പറയുന്നത് എന്ന് മാത്രം ആലോചിച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ വിനതയ്ക്ക്. വിനത ഉടൻ ചാടി കയറി അഭിപ്രായം പറഞ്ഞു. കുതിര ഉച്ചൈശ്രവസാണെങ്കിൽ, അത് ദേവേന്ദ്രൻ്റെ കുതിരയാണെങ്കിൽ അതിൻ്റെ വാലിൽ കറുപ്പ് പോയിട്ട് ദേഹത്തെങ്ങും കറുത്തൊരു കുത്തുപോലും ഇല്ല. ഉണ്ടെങ്കിലോ എന്ന് കദ്രു. ഇല്ലെന്ന് ഞാനല്ലേ പറഞ്ഞത് എന്ന് വിനത. തൻ്റെ കുതിരയുടെ വാല് കറുത്താലും വെളുത്താലും അത് ദേവേന്ദ്രൻ സഹിക്കും. പക്ഷെ ഇവരുടെ ഇടയിൽ അത് ഒരു പ്രശ്നമായിട്ട് മാറി. എന്തിനു പറയണോ, വാതുവെപ്പായി, വെല്ലുവിളിയായി. നമുക്ക് ദേവലോകത്ത് പോയി നോക്കി നേരിൽ കണ്ട് ബോധ്യപ്പെടാം. ആരാണോ തോൽക്കുന്നത് അയാൾ മറ്റേയാളുടെ ദാസിയാവണം. ഏറ്റു എന്ന് ഇരുവരും കൈയടിച്ച് കരാർ ഉറപ്പിച്ച് നേരെ ദേവലോകത്തേക്ക് വെച്ചടിച്ചു. വിനതയോട് വാതുവെപ്പിൽ തോറ്റാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒന്നുകിൽ നിങ്ങളുടെ അമ്മയെ ഈ പന്തയത്തിൽ എന്തെങ്കിലും കുബുദ്ധി ഉപയോഗിച്ച് ജയിപ്പിക്കണം, അല്ലെങ്കിൽ അടിയന്തര സദ്യക്കുള്ള ഏർപ്പാടുണ്ടാക്കണം എന്ന് മക്കളെ ഏൽപ്പിച്ചിട്ടാണ് കദ്രു വിനതയ്ക്കൊപ്പം ഉച്ചൈശ്രവസിനെ പരിശോധിക്കാൻ ദേവലോകത്ത് പുറപ്പെട്ടത്. ഇരുവരും ദേവലോകത്തെത്തി. ദൂരെ അതാ ഇന്ദ്രൻ്റെ കുതിര മുതിരയും തിന്ന് വാലാട്ടി നിൽക്കണം. വിനത ഒന്ന് നോക്കി, വീണ്ടും കണ്ണ് തുറപ്പിച്ചും നോക്കി, കണ്ണ് ഇറുക്കി അടച്ചും തുറന്നും വീണ്ടും വീണ്ടും നോക്കി. വാല് കറുപ്പാണ്, കുതിരയുടെ വാല് കറുപ്പ് തന്നെയാണ്. ഇനി എനിക്ക് മാലക്കണ്ണുണ്ടോ? ഇതിനു മുമ്പ് കുതിരയെ കണ്ടപ്പോഴൊക്കെ അത് സന്ധ്യാനേരത്തായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് വാതു തോറ്റതായി വിനത സമ്മതിച്ചു. സത്യത്തിൽ കുതിര പാൽ നിറം തന്നെയായിരുന്നു, വാലും വെളുത്ത നിറം. പക്ഷേ അമ്മയെ പന്തയം ജയിപ്പിക്കാനായിട്ട് കദ്രുവിൻ്റെ മക്കളായ കരിനാഗങ്ങൾ കുതിരയുടെ വാലിൽ ചുറ്റിക്കിടന്ന വാല് കറുത്തതായി തോന്നിപ്പിച്ചതായിരുന്നു. എന്തായാലും അന്ന് മുതൽ വിനത കദ്രുവിൻ്റെ ദാസിയായി. അല്ലെങ്കിലേ ഉപദ്രവം. അന്ന് മുതൽ ഉപദ്രവങ്ങളുടെ പൊടിപോരായി. കഷ്ടപ്പാടുകൾക്കിടയിലും വിനത മൂത്ത മകൻ അരുണൻ പറഞ്ഞത് ഓർത്ത് അങ്ങനെ ക്ഷമയോടെ കാത്തു. ഇനിയുള്ള മുട്ടയിൽ നിന്നും അവൻ ജനിച്ചാൽ രക്ഷപ്പെടുമെന്നാണല്ലോ ശാപമോക്ഷം. അങ്ങനെ ഒരു നാൾ ആ രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വന്നു. പൂർണ്ണ വളർച്ചയെത്തിയ തേജസ്സുള്ള ഒരു പക്ഷിയായിരുന്നു വിരിഞ്ഞിറങ്ങിയത്. ഈ പക്ഷിയാണ് പിന്നീട് മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ. മകനെ കണ്ടതും വിനത തൻ്റെ എല്ലാ വിഷമങ്ങളും മകനോട് ഒറ്റ ശ്വാസത്തിൽ നുള്ളിപ്പെറുക്കി പറഞ്ഞു. അമ്മയെ ദാസ്യപ്പണിയിൽ നിന്ന് ഞാൻ മോചിപ്പിച്ചോളാം എന്ന് മകൻ അമ്മയ്ക്ക് ഉറപ്പും കൊടുത്തു. ഗരുഡൻ കദ്രുവുമായി അമ്മയുടെ മോചനത്തെപ്പറ്റി സംസാരിച്ചു. കദ്രു ആരാ മോള്? അവിടെയും കദ്രു അതിസാമർഥ്യം കാട്ടി. തൻ്റെ മക്കളും ഈ ഗരുഡനും തമ്മിൽ അഥവാ ഒരു യുദ്ധമുണ്ടായാൽ തൻ്റെ മക്കളുടെ പൊടി പോലും കാണില്ല. അപ്പോൾ അവരുടെ മരണമില്ലാത്തവരാക്കൽ മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഏക വഴി. കദ്രു ഗരുഡനോട് നിബന്ധന വെച്ചു. അസുരന്മാരെ പറ്റിച്ച് ദേവന്മാർ കൈയടക്കി വെച്ച അമൃത് തൻ്റെ മക്കൾക്ക് കൊണ്ടുവന്നു കൊടുത്താൽ ഞാൻ നിന്റെ അമ്മയെ ഈ അടിമപ്പണിയിൽ നിന്നും മോചിപ്പിക്കാം. ഗരുഡൻ നേരെ ദേവലോകത്തേക്ക് പോയി. ഇന്ദ്രനും ദേവതകളും ഗരുഡനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഗരുഡൻ അവയെല്ലാം തോൽപ്പിച്ച് അമൃതകുംഭം സൂക്ഷിച്ചിടത്തെത്തി. അവിടെ മൂർച്ചയുള്ള അരുകുകളുള്ള 2 ചക്രങ്ങൾ നിൽക്കാതെ തിരിയുന്നു. ആ ചക്രങ്ങൾക്ക് നടുവിലാണ് അമൃത് നിറച്ച കുടം. ഇതിന് കാവലായിട്ട് തീ തുപ്പുന്ന ദിവ്യ സർപ്പങ്ങളും. ഗരുഡൻ സർപ്പങ്ങളെയും തോൽപ്പിച്ച് ശരീരം കടുകുമണി വലുപ്പത്തിലാക്കി ഈ ചക്രത്തിനുള്ളിൽ കടന്നതും ശരീരം പർവ്വതം പോലെ വളർത്തി ചക്രങ്ങൾ തകർത്തു. അമൃതകുംഭം എടുത്ത് തിരികെ പറന്ന് അമൃത് ഇപ്പോൾ വരും എന്നും പറഞ്ഞ് നൊട്ടി നുണഞ്ഞ് ഇരിക്കുന്ന പാമ്പുകൾക്കരികിലെത്തി. ഞാൻ പറഞ്ഞത് ചെയ്തു, ഇനി എൻ്റെ അമ്മയെ മോചിപ്പിക്കണമെന്ന് പാമ്പുകളോടും കദ്രുവിനോടും ഗരുഡൻ പറഞ്ഞു. ഒപ്പം തന്ത്രപരമായി ഒന്നുകൂടി പറഞ്ഞു, കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പാൽപായസമൊന്നുമല്ല, അമൃതാണ്. അമൃത് കുളിച്ച് ശുദ്ധമായിട്ടേ അമൃത് സ്പർശിക്കാവൂ. ഞങ്ങൾ പാമ്പുകളാണ്, ഞങ്ങൾ കുളി പതിവില്ല. വല്ലാതെ മുഷിയുമ്പോൾ ഉടുപ്പ് മാറ്റുകയാണ് ചെയ്യാറ്.
അതൊന്നും പറയണ്ട, വേഗം പോയി കുളിച്ചിട്ട് വരൂ. അതുവരെ ഈ കുടം ഈ ദർഭ പുല്ലിലിരിക്കും. ഇത് പറഞ്ഞതും പാമ്പുകൾ തോടും പുഴയും കുളവും തിരഞ്ഞ് നാലുപാടൊക്കെ പാഞ്ഞു. എല്ലാവരും കൂടി ഒരിടത്തേക്ക് പോയാൽ 1000 പേർക്ക് കുളിക്കാൻ കടവിൽ ഇടലില്ലല്ലോ. ഇതിനിടയിൽ കുടം റാഞ്ചാൻ തക്കം നോക്കിയിരുന്ന ഇന്ദ്രൻ ആരോ മറന്നു വെച്ച പോലെ ദർഭപ്പുല്ലിലിരിക്കുന്ന അമൃതകുംഭവും എടുത്ത് ദേവലോകത്തേക്ക് സ്ഥലം വിട്ടു. കുളിച്ച് ഈർന്നായി വന്ന പാമ്പുകൾക്ക് തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പുല്ലിലെങ്ങാൻ വല്ല ചെറുതുള്ളിയും വീണിട്ടുണ്ടെങ്കിൽ കിട്ടാനായി അവർ ദർഭപ്പുല്ല് നക്കി തുടച്ചു. അന്നത്തെ ആർത്തി മൂത്ത ആ നക്കലില് ദർഭയുടെ മൂർച്ചയേറിയ വാക്കുകൊണ്ടാണത്രേ പാമ്പുകളുടെ സാധാരണമായ നാവ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ രണ്ടായിട്ട് മുറിഞ്ഞത്. അമൃത് കുറച്ചു നേരം ഇരുന്നു എന്ന കാരണത്താൽ ഈ ദർഭപ്പുല്ലും അന്ന് മുതൽ വിശേഷപ്പെട്ട പുല്ലായിട്ട് മാറി. അമ്മയെ മോചിപ്പിച്ച ഗരുഡൻ വെറുതെ ഇരുന്നില്ല. പാമ്പുകളെ തൻ്റെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് അന്ന് മുതൽ അവരെ കൂട്ടത്തോടെ കൊത്തിക്കൊല്ലാൻ തുടങ്ങി. ഒടുവിൽ നാഗവംശം മുടിയും എന്ന സ്ഥിതിയായപ്പോൾ നാഗരാജാവായ വാസുകി ഇടപെട്ട് ഗരുഡനുമായി സന്ധിയുണ്ടാക്കി. ഒരു ദിവസം ഒരു പാമ്പ് വീതം ഗരുഡന് ആഹാരമായി കൊള്ളാം. ഇങ്ങനെ ഭക്ഷണം കാണാത്തവനെ പോലെ കൂട്ടത്തോടെ വിഴുങ്ങരുത്. അന്ന് തുടങ്ങിയ പക ഇന്നും അവർക്കിടയിൽ തുടരുന്നു.